ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ക്രൈസ്തവ ഉത്തരങ്ങൾ. ചോദ്യം 20. രക്ഷാചരിത്രത്തിലെ ദുരൂഹതകൾ. ചോദ്യം: ദൈവിക രഹസ്യങ്ങളെ ചോദ്യം ചെയ്യാൻ നാം ആളല്ല എന്നത് ശരിയാണെങ്കിലും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യർ പറയുന്ന അവകാശവാദങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് ക്രൈസ്തവരുടെ വിശ്വാസമാണ്. ക്രിസ്തു എല്ലാ മനുഷ്യരെയും രക്ഷിക്കാനാണ് ലോകത്തിൽ വന്നതെന്ന് ക്രൈസ്തവർ അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായും ചോദ്യമുയരുന്നു. ക്രിസ്തുവിന് മുൻപുള്ള കോടാനുകോടി മനുഷ്യർക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നു തന്നെയല്ല, ലോകത്തിലുള്ള ക്രൈസ്തവരല്ലാത്ത ജനങ്ങളെ ദൈവം എന്തുകൊണ്ട് മറന്നു? ഉത്തരം: 1. ദൈവത്തിന് പക്ഷപാതമില്ല. ക്രിസ്തുവിന് മുൻപുള്ള കോടാനുകോടി മനുഷ്യരോടും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളോടും ദൈവം പക്ഷപാതം കാണിക്കുന്നുവെന്ന് വരില്ലേ ക്രൈസ്തവവാദം അംഗീകരിച്ചാൽ എന്നാണ് ചോദ്യം. ആദ്യമായി തന്നെ ഒരു കാര്യം ഓർക്കുക. നിഷേധിക്കാനാവാത്ത സത്യങ്ങൾ അറിയുമ്പോഴും ചില കാര്യങ്ങൾ അജ്ഞാതമായി നിൽക്കുന്നു എന്നത് സർവ്വസാധാരണമായ ഒരവസ്ഥാവിശേഷമാണ്. ചില കാര്യങ്ങൾ അറിയില്ലെന്ന് വെച്ച് വ്യക്തമായ സത്യങ്ങൾ അറിയില്ലെന്ന് വരില്ലല്ലോ. നമ്മുടെ സ്കൂളിലെ പൗലോസ് മാഷിൻ്റെ ജനന തീയതി നമുക്ക് അറിയില്ലെന്ന് വെച്ച് അദ്ദേഹം ഈ സ്കൂളിലെ ചിരകാല അധ്യാപകനാണെന്ന് നിഷേധിക്കാനാവില്ലല്ലോ. ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയ രക്ഷാകൃത്യം അനിഷേധ്യമായ ചരിത്ര വസ്തുതയായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുമ്പോൾ മുഴുവൻ വിശദീകരിക്കാനാവാത്ത ചില കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിൽ പരിഭ്രമിക്കാനൊന്നുമില്ല. എന്നുവെച്ച് വിശദീകരണം ഇല്ലെന്നല്ല. ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കാൻ എന്തുകൊണ്ട് ഇത്ര കാലമെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ചിന്തിക്കാവുന്ന ഒരു ഉദാഹരണം ഇതാ. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ട് 150 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനു മുൻപും മനുഷ്യർ ജീവിക്കുകയും വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടില്ലേ? വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച ചക്രവർത്തിമാർ, മഹാകാവ്യങ്ങൾ എഴുതിയ മഹർഷിമാർ, വൻ പാലങ്ങൾ പണിത വിദഗ്ധർ എന്നിവരൊക്കെ ഇലക്ട്രിസിറ്റി കൂടാതെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചത്. എന്നുവെച്ച് 21-ാം നൂറ്റാണ്ടിൽ ഇലക്ട്രിസിറ്റി കൂടാതെ മനുഷ്യജീവിതം വിഭാവനം ചെയ്യാൻ പറ്റുമോ? വെള്ളവും വെളിച്ചവും മാത്രമല്ല, കമ്പ്യൂട്ടറും വിമാനവും ടിവിയും മൊബൈൽ ഫോണും ഒന്നുമില്ലാതെ ഇന്നത്തെ മനുഷ്യജീവിതത്തെയും ഇനി അങ്ങോട്ടുള്ള മനുഷ്യ പുരോഗതിയെയും നമുക്ക് വിഭാവനം ചെയ്യാൻ വയ്യ. അതുപോലെ തന്നെ ക്രിസ്തുവില്ലാത്ത ലോകം ഏറെക്കാലം കഴിഞ്ഞുകൂടിയെന്ന് വെച്ച് ഇനി അങ്ങോട്ടും ക്രിസ്തുവിനെ കൂടാതെ രക്ഷ സാധ്യമാണ് എന്ന് വരില്ല. 2. പുലരി ഉണർന്നിട്ട് മിനിറ്റുകൾ മാത്രം. സെന്റ് പോൾ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, വിവിധ കാലങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാർ വഴി നമ്മളോട് സംസാരിച്ചു. എന്നാൽ അവസാനമായി തൻ്റെ പുത്രനിലൂടെ നമുക്ക് സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യചരിത്രം ആരംഭിച്ചിട്ട് ദശലക്ഷം വർഷങ്ങളെങ്കിലും ആയി എന്ന് ശാസ്ത്രം പറയുന്നു. ബൈബിളിലെ വിവരണങ്ങൾ അതേപടി കണക്കുകൂട്ടിയാൽ ആദത്തെ ദൈവം സൃഷ്ടിച്ചത് ക്രിസ്തുവിന് മുമ്പ് BC 4008 ഒക്ടോബർ 8-ാം തീയതി ആയിരിക്കണം എന്ന് ഒരു പണ്ഡിതൻ ഗണിച്ചിട്ടുണ്ടത്രേ. എന്നാൽ പോലും വാസ്തവത്തിൽ ബൈബിളിലെ വിവരണമൊന്നും ശാസ്ത്രീയ കണ്ടെത്തലുകൾക്ക് എതിരല്ലെന്ന് ബൈബിൾ വിദഗ്ധരും പറയുന്നു. അറിയപ്പെട്ട മനുഷ്യചരിത്രത്തെ ഒരു ദിവസമെന്നു കണക്കാക്കിയാൽ ക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പ്രഭാതത്തിലെ ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയാം. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകമെങ്ങും എത്തിക്കഴിഞ്ഞു. ആധുനിക കാലത്തെ വിവര സാങ്കേതിക വിദ്യയുടെ ഫലമായി
ലോകം മുഴുവനും ഇപ്പോൾ ഒന്നായിത്തീർന്നു എന്ന് മാത്രമല്ല, മനുഷ്യവംശത്തിന് ആഗോളപരമായി അത്ഭുതകരമായ സുതാര്യത, ട്രാൻസ്പെറൻസി കൈവന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. തോമാസ് ലീഹ കൊടുങ്ങല്ലൂർ വന്നെത്താൻ 6 മാസമെങ്കിലും എടുത്തു കാണും. എന്നാൽ ഇന്നത്തെ സ്ഥിതിയോ? റോമിൽ മാർപ്പാപ്പ പറയുന്ന ഒരു പ്രസംഗം ലോകമെങ്ങും അതേ നിമിഷത്തിൽ കോടാനുകോടി മനുഷ്യർക്ക് ശ്രവിക്കാൻ സാധിക്കുന്നു, കാണാൻ കഴിയുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ചെന്നെത്താത്ത മേഖലകൾ വിരളമാണ്. പക്ഷേ ആ സന്ദേശം സ്വീകരിക്കുവാനുള്ള മനുഷ്യരുടെ വിമുഖത ഈശോ ജീവിച്ചിരുന്ന കാലത്തേതുപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നതും ചിന്താർഹമാണ്. 3. ദൈവത്തിൻ്റെ പദ്ധതികൾ ആരറിഞ്ഞു? ചുരുക്കത്തിൽ, ക്രിസ്തുവിനെ അറിയാത്ത കാലഘട്ടങ്ങളും സംസ്കാരങ്ങളും ഉണ്ടായിരുന്നുവെന്നത് ശരി തന്നെ. അജ്ഞതയും അടിമത്തവും അക്രമവും നടമാടിയിരുന്ന ആ സംസ്കാരങ്ങളെ പുരോഗതിയിലേക്ക് വരുത്തുവാനും നാശത്തിൽ നിന്ന് താങ്ങി നിർത്തുവാനും അന്നത്തെ മതങ്ങൾക്ക് കുറേയൊക്കെ കഴിഞ്ഞുവെന്നതും ശരിയാണ്. പക്ഷേ ഈ ഭൂമിയെയും ലോകസമൂഹത്തെയും നശിപ്പിക്കുവാനുള്ള കഴിവ് സമ്പാദിച്ചിരിക്കുന്ന ഇന്നത്തെ ലോകത്തിന് രക്ഷ എവിടെ നിന്നാണ് വരിക? ഇലക്ട്രിസിറ്റി കൂടാതെ ഇന്നും ചില മനുഷ്യർക്ക് ജീവിച്ചു പോകാമെന്നത് ശരിയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഇലക്ട്രിസിറ്റി കൂടാതെ സംസ്കാരം സാധ്യമല്ലാത്തതുപോലെ തന്നെ ക്രിസ്തുവിനെ കൂടാതെ ലോകത്തിൽ ഇനി പുരോഗതി സുസാധ്യമല്ല എന്നതാണ് യഥാർത്ഥ സത്യം. മറ്റൊരു മഹാസത്യം കൂടി ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ക്രിസ്തു ആകസ്മികമായി ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്തത്. സെന്റ് പോൾ പറയുന്നത് പോലെ പ്രപഞ്ചഗർഭത്തിൽ തന്നെ ക്രിസ്തു ഉണ്ട്. ഒരു പെൺശിശു ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അവളിൽ നിന്ന് 40,000 ശിശുക്കൾ ജനിക്കാവുന്ന അണ്ഡകോശങ്ങൾ സംഭവിക്കുന്നുണ്ടത്രേ. അതുപോലെ പ്രപഞ്ച സൃഷ്ടിയോട് കൂടി തന്നെ ക്രിസ്തുവും സമയത്തിൻ്റെ പൂർത്തിയിൽ കന്യകാമറിയത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരർത്ഥത്തിൽ ഉരുവാക്കപ്പെട്ടു എന്നാണ് ദൈവശാസ്ത്ര വീക്ഷണം. ഒരു പരമാണുവിലെ രഹസ്യങ്ങളുടെ ഒരു തുമ്പ് പോലും എത്തിപ്പിടിക്കാൻ 1000 ശാസ്ത്രജ്ഞരുടെ കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ പ്രപഞ്ചകർത്താവിൻ്റെ പരമോന്നത രഹസ്യങ്ങൾ നമ്മുടെ കൊച്ചുബുദ്ധിയിൽ ഒതുങ്ങാത്തതിൽ നാം കലഹിക്കുന്നു? ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഇക്തോസ് ബുക്സിൽ നിന്നും മറ്റ് എപ്പിസോഡുകളിൽ നിന്നുമുള്ള 4 വായനകളിൽ ചില ഭാഗങ്ങൾ ഇവിടെ വായിച്ചു കേൾക്കുക. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ഒന്നാം വായന ഗലീലയൻ അധ്യായം 19 നിന്ന്. ലോകരക്ഷകൻ. ഹോമബലി അർപ്പിച്ചുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം നേടാമെന്നും അങ്ങനെ മനുഷ്യരക്ഷ കൈവരിക്കാമെന്നുമുള്ളത് മനുഷ്യൻ്റെ അന്തരാത്മാവിൽ എന്നും ജ്വലിച്ചു നിന്നിട്ടുള്ള ഒരാവേശമാണ്. പക്ഷേ ഈശോയിൽ യജ്ഞത്തിന് അതുല്യവും അനന്യലബ്ധവുമായ ഒരു പ്രസക്തി കൈവരുന്നു. ബലിയിൽ സംഭവിക്കുന്നത് പോലെ മൂർത്തമായ ബലിവസ്തുവിനെ ആത്മീയ വിധാനത്തിലേക്ക് ഉയർത്തുക മാത്രമല്ല, മനുഷ്യത്വം തന്നെ ദൈവികമായി തീരുന്ന രഹസ്യമാണ് ഈശോയുടെ മനുഷ്യാവതാരവും മരണവും ആവിഷ്കരിക്കുന്നത്. മനുഷ്യനെ രക്ഷിക്കാനായ ദൈവം തന്നെ ഇറങ്ങി വരികയോ തൻ്റെ സന്ദേശവാഹകനെ അയക്കുകയോ ചെയ്യുന്നതിൻ്റെ സാധ്യതയിൽ എല്ലാ മതങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ മാനവവർഗത്തെ എന്നേക്കുമായി അന്തിമമായി രക്ഷിക്കാൻ ഒരു ദൂതൻ വരുമെന്ന് ഒരു മതവും സങ്കല്പിച്ചിട്ടില്ല. താൻ ലോകത്തിൻ്റെ പ്രകാശവും ജീവനുമാണെന്ന് പ്രഖ്യാപിച്ച ഈശോയുടേതുപോലെയുള്ള സാർവത്രികത
മറ്റു മതസ്ഥാപകരിൽ ആരും അവകാശപ്പെട്ടതായി കാണുന്നില്ല. മറ്റു മതങ്ങളുമായോ പുരാണ ഇതിഹാസങ്ങളിലെ വ്യക്തികളുമായോ ഒരിക്കലും സമതുലനം ചെയ്യാൻ വയ്യാത്ത ഈശോയുടെ വേറൊരു സവിശേഷതയുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ടയാൾ തന്നെ ലോകരക്ഷയ്ക്കായി ആത്മാഹൂതി ചെയ്യുന്നു എന്നതാണ് ആ അന്യാദൃശമായ വസ്തുത. തൻ്റെ ആടുകൾക്ക് വേണ്ടി ലോകത്തിന് മുഴുവൻ ജീവൻ ലഭിക്കാൻ വേണ്ടി താൻ ജീവൻ ത്യജിക്കുകയാണെന്ന് സംശയാതീതമായി ഈശോ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുവെന്ന് നാം നേരത്തെ കണ്ടതാണ്. പക്ഷേ തൻ്റെ മരണം കൊണ്ട് മാത്രം ഒരു മന്ത്രവിധിയാൽ എന്നോണം ഈശോ ലോകരക്ഷ സാധിക്കുകയല്ല ചെയ്തത്. മരണം മാത്രമല്ല, തൻ്റെ ജീവിതവും പ്രബോധനവും ഉയിർപ്പും രക്ഷാകൃത്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. തൻ്റെ ലോകരക്ഷകൻ എന്ന ചിത്രം ഈശോ നമ്മുടെ മുൻപാകെ വരച്ചിട്ടുണ്ട്. അവിസ്മരണീയമായ 3 വാക്കുകളിൽ: ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ലോകത്തിന് ഈശോ ആരാണ് എന്ന ചോദ്യത്തിന് ഈശോ തന്നെ നൽകുന്ന ഉത്തരം ഈ വാക്കുകളിലുണ്ട്. നേരായ പാത അങ്ങകലെ നിന്ന് ചൂണ്ടിക്കാണിച്ചു തരിക മാത്രമല്ല, അതിലൂടെ ഈശോ മുൻപേ നടക്കുകകൂടി ചെയ്തു. അങ്ങനെ വഴിതെറ്റി നടന്നിരുന്ന മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ ഈശോ പരിത്രാണനം ചെയ്തു. പരമസത്യം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തമോനിബിഡമായ മനുഷ്യബുദ്ധിയെയും വീണ്ടെടുത്തു. സ്വന്തം ജീവൻ തന്നെ വിമോചന ദ്രവ്യമായി നൽകിക്കൊണ്ട് മനുഷ്യൻ്റെ അസ്തിത്വത്തെ സമഗ്രമായി പരിത്രാണനം ചെയ്തു. അങ്ങനെ ദൈവിക ജീവനിലേക്കുള്ള നിത്യകവാടം മനുഷ്യനായി തുറന്നുകൊടുത്തു. വഴിയും സത്യവും ജീവനും ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ ആ പ്രാചീന പ്രാർത്ഥനയുമായി ഈശോയുടെ വാക്കുകൾക്കുള്ള സ്വരൈക്യം അത്ഭുതാവഹം തന്നെ. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. വഴി, മനുഷ്യൻ സഞ്ചരിക്കേണ്ട വഴി ഈശോയാണ്. അനേകം പാതകളിൽ ഒന്ന് എന്നല്ല, ഏക യഥാർത്ഥ പാതയാണ് അവിടുന്ന്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല. ദൈവ മനുഷ്യനല്ലാതെ മറ്റേതൊരു മനുഷ്യൻ ഉച്ചരിച്ചാലും മഹാദൈവദൂഷണമായി തീരുന്ന വാക്കുകൾ. വിഷലിപ്തമായ മനുഷ്യ മനസ്സിനെ അവിടുന്ന് രക്ഷിച്ചു തൻ്റെ ജീവിത മാതൃക വഴി. ഒരു മനുഷ്യന്റെ മനസ്സിനെ ബലം പ്രയോഗിച്ചു മാറ്റുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. മനുഷ്യ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താനും മാറ്റം സൃഷ്ടിക്കാനും ഏറ്റവും ഉപയുക്തമായ മാർഗം അവന് എങ്ങനെ സ്വയം മാറാൻ കഴിയുമെന്ന് ഒരാൾ തൻ്റെ സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഈശോയുടെ ജീവിത മാതൃക ലോകചരിത്രത്തിൽ അഭൂതപൂർവമായ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. മനുഷ്യരെ ചുട്ടുചാമ്പലാക്കിയ നാസി തടങ്കൽ പാളയങ്ങളിലും സൈബീരിയൻ നിർബന്ധിത ലേബർ ക്യാമ്പുകളിലും ഭൂമധ്യരേഖാ പ്രദേശത്തെ വയലേലകളിലെ ചുട്ടുപൊള്ളിക്കുന്ന ഉച്ചച്ചൂടിലും യുദ്ധഭൂമികളിലെ മരണം വിതയ്ക്കുന്ന ബോംബ് വർഷത്തിന്റെ നടുവിലും ലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അവരുടെ അഗ്നി പരീക്ഷണങ്ങളുടെയും കൊടിയ ദുരിതങ്ങളുടെയും ഉച്ചിയിലും അവരുടെ അന്തർനേത്രങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിന്റെ പ്രതിരൂപം തെളിഞ്ഞു നിന്നു. സുവിശേഷം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ക്രിസ്തു ചിത്രമായ ഒരു ജീവിതത്തിന് വേണ്ട കരളുറപ്പ് സമ്പാദിച്ചിട്ടുണ്ട് ഈശോയുടെ പ്രബോധനങ്ങളിൽ. ഈശോയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ സമ്പൂർണമായ താദാത്മ്യമാണുള്ളത്. പല മഹാന്മാരും അവരുടെ ജീവിതകാലത്ത് വളരെ പ്രസിദ്ധരായിരുന്നു. പക്ഷേ മൺമറഞ്ഞ ആ മഹാത്മാക്കൾ ഇപ്പോൾ ജീവിക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മാത്രമാണ്. മനുഷ്യരുടെ മനോവ്യാപാരങ്ങളിൽ നിന്നും അവർ അപ്രത്യക്ഷരായി കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യരുടെ ജീവിതത്തിൽ ഇന്ന് അവർ സ്വാധീനം ചെലുത്തുന്നില്ല. ലെനിന്റെ മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയ തൻ്റെ ഒരു യൗവനകാല സുഹൃത്തിനോട് ലെനിൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. തൻ്റെ ജീവിതം മുഴുവൻ വലിയൊരു തെറ്റായി പോയി എന്ന് ആ മഹാവിപ്ലവകാരി തൻ്റെ സുഹൃത്തിനോട് ഏറ്റുപറഞ്ഞു അത്രേ. മനുഷ്യരിൽ ഹൃദയപരിവർത്തനം സാധിക്കാൻ പര്യാപ്തമായ ഒരു ആദർശം ഭാവി പരമ്പരയ്ക്ക് പ്രദാനം ചെയ്യാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നതാണ് അതിന് കാരണമെന്ന്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവത്തിന് ഏതാനും ദശകങ്ങൾക്കുള്ളിൽ ആഗോള വ്യാപകമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയ കമ്മ്യൂണിസത്തിന് പോലും അതിൻ്റെ പ്രചാരണത്തെ തുണച്ച ചരിത്രപരമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുകയില്ല. കാരണം
അതിന് ഒരാത്മാവില്ലെന്നത് തന്നെ. എന്നാൽ ഒരിടയനും ഒരു കൂട്ടവും ആകുന്നതുവരെ തുടരുമെന്ന് ക്രിസ്തു പ്രവചിച്ച പ്രസ്ഥാനം അനേകം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനെ മുന്നോട്ടു നയിക്കുന്ന അതിൻ്റെ ഉള്ളിലെ ചാലകശക്തി ഈശോയുടെ ജീവിത മാതൃകയാണ്. ചരിത്രത്തിൻ്റെ ഋതുഭേദങ്ങളിലോ അവസ്ഥാന്തരങ്ങളിലോ തുരുമ്പു കയറാത്ത തനിത്തങ്കമാണ് ആ പാവന മാതൃക. ദൈവം തന്നെ മനുഷ്യനായി ദൈവത്തിൻ്റെ മക്കളെ പോലെ എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തന്നു. അങ്ങനെ തൻ്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ഇച്ഛാശക്തിയെ ഈശോ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. സത്യം. പക്ഷേ ആ കാലടിപ്പാടുകൾ തിരിച്ചറിയണമെങ്കിൽ വെളിച്ചം വേണം. ആ വെളിച്ചം നൽകി മനുഷ്യബുദ്ധിയെ പരിത്രാണനം ചെയ്തുവെന്നതാണ് ഈശോ ലോകരക്ഷ സാധിച്ചതിൻ്റെ വേറൊരു വശം. ആശയങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നത് എന്നാണല്ലോ ആപ്തവാക്യം. ലോകഗുരുവാണ് ഈശോ. എത്രയെടുത്താലും തീരാത്ത ഭണ്ഡാകാരമാണ് ഈശോയുടെ പ്രബോധനങ്ങൾ. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും മനുഷ്യനെ സ്വതന്ത്രനാകുന്ന മനുഷ്യഭാഗധേയത്തെ പ്രകാശപൂരിതമാക്കുന്ന സത്യം അവിടെയാണ് അവൻ കണ്ടെത്തുന്നത്. കുരുടർക്ക് വഴികാട്ടിയും കൂരിരുട്ടിൽ വെളിച്ചവുമായി പിതാവ് തന്നെ അയച്ചിരിക്കുകയാണെന്ന ഈശോയുടെ ബോധ്യം സുവിശേഷത്തിൽ ഉടനീളം കാണാം. ഈശോയുടെ ഈ അവബോധത്തിന് മത്തായിയുടെ സുവിശേഷം സവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട്. വരാനിരിക്കുന്ന മെസ്സിയാസിൻ്റെ പ്രബോധന ദൗത്യത്തെപ്പറ്റി പഴയ നിയമം തെളിവായി പ്രവചിക്കുന്നുണ്ട്. നസറത്തിൽ വെച്ച് ഈശോ ചെയ്ത തൻ്റെ കന്നിപ്രസംഗത്തിൽ വെച്ച് ഈശോ തന്നെ ഏശയ്യായുടെ പ്രവചനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവമായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ആകയാൽ അവിടുത്തെ ആത്മാവ് എന്നിലുണ്ട്. വിനീത ഹൃദയരോട് സുവിശേഷം പ്രസംഗിക്കാനും ഭഗ്നഹൃദയരെ സുഖപ്പെടുത്തുവാനും വേണ്ടി കർത്താവ് എന്നെ അയച്ചിരിക്കുകയാണ്. ഏശയ്യ 61:1. ഏക യഥാർത്ഥ ഗുരുവും അധ്യാപകനും താനാണെന്ന് ഈശോ കരുതിയിരുന്നു. മിശിഹയാണ് നിങ്ങളുടെ ഏകനായകൻ. മത്തായി 23:10. സർവോപരി ആ വാക്കുകളുണ്ടല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ പിന്തുടരുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ വെളിച്ചം ഉണ്ടായിരിക്കും. യോഹന്നാൻ 8:12. അതുപോലെ തന്നെ ശക്തമാണ് ഈശോ പിലാത്തോസിനോട് പറഞ്ഞ വാക്കുകൾ. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. സത്യമയനായ ഏവനും എൻ്റെ സ്വരം കേൾക്കുന്നു. യോഹന്നാൻ 18:37. ഈശോയുടെ വാക്കുകൾ അന്വർത്ഥമാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. ജീവൻ. കഴിഞ്ഞ കാലത്തിൽ അരങ്ങേറിയ ഒരു സംഭവത്തെ കേന്ദ്രീകരിച്ചാണത് നിലകൊള്ളുന്നതെങ്കിലും പണ്ടെങ്ങോ ഒരിക്കൽ നടന്നു കഴിഞ്ഞ ഒരു സംഭവം മാത്രമായി മനുഷ്യപരിത്രാണനത്തെ കരുതിക്കൂടാ. ക്രിസ്തുവിലൂടെ ചരിത്രത്തിലെ ഓരോ നിമിഷത്തെയും ചൈതന്യധന്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് പരിത്രാണനം. കടന്നുപോകുന്ന ഓരോ ക്ഷണത്തിലും അന്തസ്ഥിതമാണ് ദൈവത്തിൻ്റെ പരിത്രാണോത്സുകമായ സ്നേഹവായ്പ്. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെയും ബുദ്ധിയെയും നയിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല ദൈവത്തിൻ്റെ ജീവത്തായ ആ പ്രവർത്തനം. പ്രത്യുത മനുഷ്യനിൽ സ്വത്വപരമായ ഒണ്ടോളജിക്കൽ ഒരു മാറ്റത്തിന് അത് നിദാനമാകുന്നു. മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെ മാറ്റം വന്നു കഴിഞ്ഞു. ബന്ധങ്ങളുടെ പ്രാധാന്യം അനുദിന ജീവിതത്തിൽ നിന്ന് നമുക്ക് വേണ്ടുവോളം അറിയാം. നാം എന്താണ് എന്ന് നിർണയിക്കുന്നത്, നാം ആരാണ്, ആരുടെ ആരാണ്, സമൂഹത്തിൽ ആരാണ് എന്നെല്ലാം നിർണയിക്കുന്നത് ബന്ധങ്ങളാണല്ലോ. ബന്ധങ്ങളിൽ വന്നു ഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ സത്തയിൽ സാരാംശത്തിൽ പ്രതിഫലിക്കുന്നു. വെറും ശാരീരിക തലത്തിൽ മാത്രമല്ല, പ്രകൃത്യാതീതമായ തലത്തിലും ആ മാറ്റം സംഭവിക്കാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു,
അവർക്ക് ജീവനുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നീ പ്രഖ്യാപനങ്ങൾ പരിത്രാണത്തിന്റെ ഏറ്റവും സാരവത്തായ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈശോ വീണ്ടെടുത്തത് മനുഷ്യന്റെ ഇച്ഛാശക്തിയെയും ബുദ്ധിയെയും മാത്രമല്ല, അവന്റെ സമഗ്രമായ സത്തയെയാണ്. തന്നിലൂടെ ദൈവവുമായി പിതൃപുത്ര ബന്ധത്തിൽ ഏർപ്പെടുവാൻ മനുഷ്യനെ ഈശോ പ്രാപ്തനാക്കിയിരിക്കുന്നു. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. രണ്ടാം വായന ഗലീലേയൻ അദ്ധ്യായം 19 നിന്ന്. രക്ഷായജ്ഞം. ഒരൊറ്റ മനുഷ്യൻ, അയാൾ എത്ര തന്നെ ഉന്നതനായ വ്യക്തിയാവട്ടെ, തൻ്റെ ആത്മബലി മൂലം മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവൻ നേടിക്കൊടുത്തുവെന്ന് എങ്ങനെയാണ് അവകാശപ്പെടുക? പാപം എന്നത് അങ്ങേയറ്റം വ്യക്തിപരമായ ഒരു യാഥാർത്ഥ്യമാണെന്നും പാപഭാരം അവനവൻ തന്നെ ചുമന്നേ തീരൂ എന്നും നാം കരുതുന്നു. അതേസമയം പുരോഹിതന്റെ മാധ്യസ്ഥം വഴിയും ബലികൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ പ്രതീകാത്മകമായ പ്രവൃത്തികൾ വഴിയും പാപത്തിനു പരിഹാരം നേടാൻ കഴിയും എന്നത് എല്ലാ കാലത്തും എല്ലാ മതങ്ങളും പുലർത്തിപ്പോന്ന സാർവജനീനമായ ഒരു വിശ്വാസമാണ്. മാത്രമല്ല, അങ്ങനെ പാപപരിഹാരം നേടുക എന്നത് എല്ലാ മതങ്ങളിലെയും സർവപ്രധാനമായ ഒരു അനുഷ്ഠാന കർമ്മമാണ് താനും. സർവോപരി തങ്ങളുടെ നിസ്സഹായമായ പരിത്യക്താവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നു എന്നത് എല്ലാ ജനപദങ്ങളുടെ ഇടയിലും നിലവിലുള്ള ഒരു വിശ്വാസമാണ്. മനുഷ്യന്റെ പരിത്രാണ പ്രക്രിയയുടെ പ്രതീകമായി മനുഷ്യ മനസ്സ് മെനഞ്ഞെടുത്ത ഒരു ബിംബകൽപ്പനയാണ് യജ്ഞമെന്ന അതിപ്രാചീനവും സാർവജനീനവുമായ മതകർമ്മം. ആത്മീയ ലോകവും ഭൗതിക പ്രകൃതിയും തമ്മിൽ നിലനിൽക്കുന്ന ഏകീഭാവത്തെക്കുറിച്ച് മനുഷ്യനുള്ള പ്രാഥമികാനുഭവത്തിൽ നിന്നുത്ഭൂതമായതാണ് ഈ അനുഷ്ഠാനം. ശരീരവും ആത്മാവും ഉള്ള മനുഷ്യൻ ആ രണ്ടു മണ്ഡലങ്ങളിലും പങ്കുചേരുന്നു. പ്രപഞ്ച യാഥാർത്ഥ്യം അതിൻ്റെ സൂക്ഷ്മതയിലും സ്ഥൂലതയിലും ഒരേ ബിന്ദുവിൽ സാന്ദ്രീകരിച്ചതാണ് മനുഷ്യ മനസ്സ് എന്നു പറയാം. സ്വയം അതിശയിക്കാൻ സർപ്പാസ് സദാ വെമ്പൽ കൊള്ളുന്ന പ്രപഞ്ചത്തിൻ്റെ ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യചേതന. ഭാഗിക യാഥാർത്ഥ്യത്തിൽ നിന്ന് സമഗ്ര യാഥാർത്ഥ്യത്തിലേക്ക് കുതിക്കുന്ന, എന്തായിരിക്കുന്നുവോ അതിലും വലിയതെന്തോ ആകാൻ സദാ ഉദ്വിഗ്നമായിരിക്കുന്ന ഒരു ചൈതന്യ വിശേഷമാണ് മനുഷ്യ മനസ്സ്. സത്തയുടെ പൂർണിമ കൈവരിക്കാൻ ഓരോ സത്തയ്ക്കുമുള്ള അദമ്യമായ ത്വര സായുജ്യമടയുന്നത് മനുഷ്യ മനസ്സിൽ തന്നെ. കാരണം മനസ്സിൻ്റെ അന്തസത്ത തന്നെ എല്ലാം ആവുക, അസ്തിത്വത്തെ മുഴുവനും തന്നിൽ സംഗ്രഹിക്കുക, കോംപ്രഹെൻഡ് എന്നതാണ്. സർവഗ്രാഹിയാണ് മനുഷ്യൻ്റെ മേധാശക്തി. പ്രപഞ്ചം മുഴുവനെയും ഉൾക്കൊള്ളാൻ മനുഷ്യചേതനയ്ക്ക് കഴിയും. വിശ്വാസത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും, ഒരു നക്ഷത്രത്തിൽ നിന്നും ലക്ഷോപലക്ഷം പ്രകാശവർഷങ്ങൾ അകലെയുള്ള മറ്റൊരു നക്ഷത്രം വരെയും, ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്കും ക്ഷണനേരം കൊണ്ട് യാത്ര ചെയ്യാൻ മനസ്സിന് ശക്തിയുണ്ടല്ലോ. മനുഷ്യനു മാത്രം സ്വായത്തമായ ഈ മേധാശക്തി ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പുരോഹിതൻ ആണ്. അത് ഭൗതിക പ്രപഞ്ചത്തെ മുഴുവനും തന്നിൽ സമാഹരിച്ച് സ്വരൂപിച്ച് ദൈവികതയുടെ പരിവേഷം അണിയിക്കുന്നു. ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ പ്രപഞ്ചത്തിൽ ദർശിക്കുന്ന പ്രവൃത്തി വഴി മനുഷ്യ മനസ്സ് പ്രപഞ്ചത്തെ ദൈവവുമായി ഐക്യത്തിലേക്ക് ആനയിക്കുന്നു. ഈ അടിസ്ഥാന പ്രക്രിയയുടെ
പ്രതീകാത്മകമായ ഭാഗ്യാവിഷ്കാരമാണ് ചരിത്രത്തിലെ ബലികളും മതാനുഷ്ഠാനങ്ങളും. ആദിമ സംസ്കാരങ്ങളിലായാലും ആധുനിക പരിഷ്കൃത സമൂഹങ്ങളിലായാലും ഇത് അന്വർത്ഥമാണ്. അന്തിമ ഭാഗധേയത്തിലേക്കും ലക്ഷ്യത്തിലേക്കും നയിക്കുന്ന പാതയിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്നു എന്നതാണ് പാപത്തിൻ്റെ അന്തസത്ത. ഈ മാർഗഭ്രംശം നയിക്കുന്നത് ആത്മനാശത്തിലേക്കാണ്. വഴിതെറ്റിയ സൃഷ്ടി ദൈവമാകുന്ന ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ പ്രതീകമാണ് ബലി. പാപപരിഹാരത്തിനായുള്ള ബലിയർപ്പണം ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ ചെയ്തു പോന്നതാണ്. അപര്യാപ്തങ്ങളും നിരർത്ഥകങ്ങളുമായ അനുഷ്ഠാനങ്ങളും മന്ത്രവിധികളുമായി അവ ചിലപ്പോൾ തരം താഴാറുണ്ടെങ്കിലും മനുഷ്യചേതനയുടെ ഉദാത്തമായ ബഹിർസ്ഫുരണങ്ങളാണവ എന്ന് തീർച്ചയായും സമ്മതിക്കണം. ഭാരതീയ മഹർഷിമാർക്ക് ബലിയുടെ ജഗൽ സംബന്ധിയായ കോസ്മിക് മാനങ്ങളെപ്പറ്റി അഗാധമായ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. ഋഗ്വേദത്തിലെ ഈ വരികൾ തന്നെ ശ്രദ്ധിക്കൂ. ഞാൻ ചോദിക്കുന്നു, ഭൂമിയുടെ അങ്ങേയറ്റത്തെ പരിധി ഏത്? ലോകത്തിൻ്റെ കേന്ദ്രബിന്ദു എവിടെയാണ്? ഈ ബലിപീഠമാണ് ഭൂമിയുടെ അങ്ങേയറ്റത്തെ സീമ. ഈ ബലിയാണ് ലോകത്തിൻ്റെ കേന്ദ്രബിന്ദു. ശതപഥ ബ്രാഹ്മണത്തിലെ ഈ വരികളും ഇവിടെ പ്രസക്തമാണ്. ബലിയിൽ ഭാഗഭാഗാക്കാൻ അനുവാദം ലഭിക്കാത്ത സൃഷ്ടികൾ നശിച്ചു പോകുന്നു. അതുകൊണ്ട് ബലിയർപ്പിക്കുന്നയാൾ നശിപ്പിക്കപ്പെടാത്തവരെ ബലിയിൽ പങ്കുചേരാനായി അനുവദിക്കുന്നു. മനുഷ്യരും മൃഗങ്ങളും തരുലതാദികളും അസ്തിത്വമുള്ളവയെല്ലാം ബലിയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ബലിയിൽ ഭാഗഭാക്കാകുന്നു. മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും മഹോത്സവമാണ് ബലി. പണ്ടുകാലത്തെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാനായി പ്രപഞ്ചാധീശന്മാർ വരുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ അവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവർ സദാ ബലിപീഠത്തിന് ചുറ്റും സന്നിഹിതരാണ്. ഹൈന്ദവ സംസ്കാരത്തിൽ മതാനുഭൂതിയുടെ സാരസർവസ്വമാണ് യജ്ഞം എന്നതിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. മൂന്നാം വായന ഹിന്ദു ക്രിസ്ത്യൻ ഡയലോഗ് അധ്യായം 19 നിന്ന്. സാർവത്രിക ക്രിസ്തു ശിഷ്യത്വം. യേശു ക്രിസ്തു ഭാരതീയ ജനതയെ ഒന്നാകെ ജാതി മത ഭേദമന്യേ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. ആർഷഭാരതത്തിലെ ദാർശനികരും ജ്ഞാനികളും സ്വപ്നം കണ്ട സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹരാജ്യത്തിലേക്ക് ഇസ്ലാം ലക്ഷ്യം വയ്ക്കുന്ന സാർവത്രിക ഉണ്മയിലേക്ക് വ്യക്തികളെയും സമൂഹങ്ങളെയും കൈപിടിച്ച് നടത്തുന്ന സാർവത്രിക ശിഷ്യത്വത്തിലേക്ക് മനുഷ്യവംശം നീങ്ങുകയാണ്. ഭാരതത്തിന് ഒരു ദിവ്യ ദൗത്യമുണ്ട്. ഓരോ രാഷ്ട്രവും വിചാരിക്കുന്നു അവർക്ക് ഒരു ലോകോത്തര ദൗത്യം രാഷ്ട്രീയമായി മാത്രമല്ല ദൈവികമായും ഉണ്ടെന്ന്. അത് അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ വയ്യ. ഒരു പ്രാചീന സംസ്കാരത്തിൻ്റെ ഈറ്റിലമായ ഭാരതത്തിൻ്റെ ആത്മീയ വേരുകളും സംസ്കാര സമ്പത്തും ഈ ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. മറുവശത്ത് ആധുനിക സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും സർവോപരി ധാർമ്മികവും ആത്മീയവുമായ പരിതോവസ്ഥകളും ഭാരതത്തിൽ ഭീകരമായ രൂപങ്ങൾ കൈവരിക്കുന്നതായി നിരീക്ഷകർക്ക് കാണാൻ വിഷമമില്ല. ഇന്ത്യയെ ആർക്ക് രക്ഷിക്കാനാവും എന്ന ചോദ്യം ഉറക്കെ ചോദിക്കുന്നവർ ഇന്ന് വളരെയുണ്ട്. ഒരു ദൈവിക നിയോഗമനുസരിച്ച് രൂപം കൊണ്ടതാണ് ഭാരത സമൂഹമെന്ന് പ്രാചീന ഭാരതം വിശ്വസിച്ചിരുന്നതായി കാണാം. രണ്ടാം ലഘുലേഖയിൽ ഉദ്ധരിച്ച പുരുഷ സൂക്തം തന്നെ അതിനുദാഹരണമാണ്. ചരിത്രത്തെ ഒരു ദൈവിക നിയോഗമായി ദാർശനികർ പ്രവാചക ദൃഷ്ടിയോടെ കാണുന്നുവെന്നല്ലേ ഇതിനർത്ഥം. ആ ദർശനത്തിന്റെ പരിസമാപ്തിയായി
ഭഗവത്ഗീതയിലെ സംഭവാമി യുഗേ യുഗേ എന്ന വാക്യത്തെ പരിഗണിക്കാം. ഇന്ത്യയുടെ സ്വതന്ത്ര പ്രസ്ഥാനത്തിന്റെ ചരിത്രമൊന്ന് ഓടിച്ചു വായിച്ചാൽ പോലും ഇപ്പറഞ്ഞ ചിന്ത ഉടനീളം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനമായിരുന്നുവെന്ന് കാണാൻ വിഷമമില്ല. ഉദാഹരണമായി സുഭാഷ് ചന്ദ്രബോസ് 1934 ജൂലൈ 4-ാം തീയതി ആസാദ് ഹിന്ദ് ഫൗജ് ടോക്കിയോയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ശ്രവിക്കുക. സഖാക്കളെ, ദില്ലി ചലോ എന്നതായിരിക്കട്ടെ നമ്മുടെ സമരവാക്യം. ഞാൻ ഉറപ്പു തരുന്നു, ഇരുട്ടിലും പ്രകാശത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും പരാജയത്തിലും വിജയത്തിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് വാഗ്ദാനം ചെയ്യാനുള്ളൂ. വിശപ്പും ദാഹവും അരിഷ്ടതകളും ദുരിതയാതനകളും മരണവും ഒരേയൊരു ആഗ്രഹമേ നമുക്കുള്ളൂ: മരിക്കുക. ഭാരതം ജീവിക്കാൻ വേണ്ടി ഒരു രക്തസാക്ഷി മരണത്തെ നേരിടുവാൻ നാം തയ്യാറാവണം. കാരണം രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് നനഞ്ഞ പാതയിലൂടെ മാത്രമേ സ്വാതന്ത്ര്യത്തിലേക്ക് നാം നടന്നടുക്കുകയുള്ളൂ. സഖാക്കളെ, ഇന്ന് നിങ്ങളോട് ഞാൻ നിങ്ങളുടെ രക്തമാണ് ആവശ്യപ്പെടുന്നത്. രക്തരൂഷിതമായ പാതയിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറുക. ഒരു ദൈവിക ദൗത്യത്തിന്റെ രക്തരൂക്ഷിതമായ തീക്ഷ്ണതയല്ലേ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. അവ ഉച്ചരിക്കുന്നവർ ദൈവനിഷേധകരാണെങ്കിൽ പോലും ഒരു ദൈവിക ദൗത്യം സംവഹിക്കുന്നവരാണ് ഞങ്ങളെന്ന് ഇന്നത്തെ ഹിന്ദുത്വവാദികളും ചിന്തിക്കുന്നതായി കാണാം. സ്വാമി വിവേകാനന്ദൻ മുതൽ ഇന്നത്തെ ഹിന്ദുത്വ പ്രവാചകരായ സാധുക്കൾ വരെ അവരെല്ലാം ഒരു ദൈവിക ദൗത്യത്തിൻ്റെ പരിവേഷത്തിലാണ് നിലകൊള്ളുന്നത്. ഗാന്ധിജിയെ വധിച്ച ഗോഡ്സെയുടെ ഒരു ആരാധക സമൂഹം തന്നെയുണ്ട് പൂനെയിലെ ബ്രാഹ്മണ സമൂഹത്തിനിടയിൽ. അംബാല ജയിലിൽ തൂക്കുമരത്തിലേറുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ ഗോഡ്സെ സമർപ്പിച്ച നിവേദനത്തിൽ പറയുന്നു: സിന്ധു നദി വീണ്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന കാലത്ത് എൻ്റെ ചിതാഭസ്മം അതിൽ നിക്ഷേപിക്കണം. അത് നടക്കുവാൻ തലമുറകൾ കാത്തിരിക്കേണ്ടി വന്നാലും അതുവരെ എൻ്റെ ചിതാഭസ്മം കാത്തു സൂക്ഷിക്കണമെന്നാണ് എൻ്റെ അന്ത്യാഭിലാഷം. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. നാലാം വായന ഹിന്ദു ക്രിസ്ത്യൻ ഡയലോഗ് അധ്യായം 19 നിന്ന്. ഭാരതീയ മുസ്ലിമുകൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമോ? മുസ്ലിമുകൾ ഭാരത ജനസംഖ്യയുടെ 12% വരും. മുഹമ്മദിനേക്കാൾ ഉന്നതനായ ഒരു പ്രവാചകനെ അംഗീകരിക്കാൻ അവർക്കു കഴിയുമോ? ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശ്വാസം, സമർപ്പണം എന്നാണ്. ഇസ്ലാം ലോകത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന കലവറ കൂടാതെയുള്ള വിശ്വാസത്തിൻ്റെ മാതൃകയാണ്. ദൈവത്തിലുള്ള അന്ധമായ വിശ്വാസവും ദൈവ തിരുമനസ്സിനോടുള്ള നിരുപാധികമായ സമർപ്പണവുമാണ് അവരുടെ മുഖമുദ്ര. ഇന്ന് ലോകത്തിനാവശ്യമായ 2 പ്രത്യേക ഗുണങ്ങളാണിത്. ഭാരതത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ അനിഷ്ടകരമായ പലതും നടന്നിട്ടുണ്ട് എന്നത് നിഷേധിക്കാൻ സാധിക്കുകയില്ല. ന്യൂനപക്ഷമായ ഇസ്ലാം ഭാരതത്തിലെ ഭൂരിപക്ഷത്തോട് സൈന്യബലം പ്രയോഗിച്ചുകൊണ്ട് പല അപരാധങ്ങളും ചെയ്തു എന്ന് പരാതികളുണ്ട്. ഇസ്ലാം ആധിപത്യം സ്ഥാപിച്ച എല്ലാ രാജ്യങ്ങളിലും സംഘർഷങ്ങൾക്ക് ഇട നൽകിയെങ്കിൽ അതിൻ്റെ വേരുകൾ ഇസ്ലാമിൻ്റെ മതസിദ്ധാന്തങ്ങളിൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ടെന്ന് സമ്മതിക്കണം. പക്ഷേ ആ ഭൂതകാല ചരിത്രത്തിലെ ചെയ്തികൾക്ക് ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ ഉത്തരവാദികളാക്കുന്നത് തീർച്ചയായും മൗഢ്യമാണ്. അവയുടെ പേരിൽ
ഇന്നത്തെ മുസ്ലിം സമൂഹം സഹിക്കേണ്ടി വരുന്ന വിവേചനങ്ങൾ വേദനാജനകങ്ങളാണ്. പക്ഷേ മുഹമ്മദ് നബി ഈശോയെ മനസ്സിലാക്കിയ വിധത്തിലല്ല മുസ്ലിമുകൾ ഈശോയെ മനസ്സിലാക്കുന്നതെന്ന് ഒരു ദുഃഖസത്യമാണ്. കാരണം ഈശോയെക്കുറിച്ചുള്ള ഖുറാനിലെ പ്രസ്താവനകൾ സന്ദർഭം വിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണെന്ന് ഖുറാൻ തന്നെ പഠിച്ചാൽ കാണാവുന്നതാണ്. 12 കോടിയോളം വരുന്ന ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ ഇസ്ലാമിക ദൗത്യം നിർവഹിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ ആവശ്യമുണ്ട് എന്നതാണ് സത്യം. ഇസ്ലാമിക് ക്രിസ്ത്യൻ എന്ന സംജ്ഞ ഒരു കാലത്ത് ഇന്ത്യയിൽ സാധാരണമായി തീരാൻ ഇടയുണ്ട്. കാരണം സാർവത്രിക ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് എല്ലാ മതപ്രസ്ഥാനങ്ങളും എത്തിച്ചേരാതെ നിർവാഹമില്ല. ലോക സംസ്കാരത്തിൻ്റെ ഗതി അതാണ്. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക